കൂട്ടുകാരെ, ഒരു നോസ്റ്റാൾജിക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ആണ് ഇത് കാണുമ്പോൾ ഉറപ്പിച്ചു വെച്ചോളൂ, ഇങ്ങളെ ഓർമ്മകള് അയ്യവിറിക്കാൻ തുടങ്ങും. മാത്രല്ല, സ്കൂളിന്റെ മുമ്പിലുള്ള ചേട്ടായിന്റെ കടയിലേക്ക് മനസ്സുകൊണ്ട് ഓടിപ്പോവുകയും ചെയ്യും. മനസ്സുകൊണ്ടെങ്കിലും ബാല്യം തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്ന, ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുന്ന എലന്തപ്പഴ അച്ചാറിന്റെ റെസിപ്പി ഇന്ന് പിടിച്ചോ. മുഞ്ചുള്ള എലന്തപ്പഴം എടുത്ത് നന്നായി കഴുകിയെടുത്തോളി. പുഴുക്കൾ താമസിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ടോളി. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തൊഴിച്ചോളി. അടുപ്പിന്റെ മൂന്നായത്തിലേക്ക് വെച്ചോളി. കത്തിച്ചോളി, തിളപ്പിച്ചോളി. ഇടയ്ക്ക് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കോളി. 250 ഗ്രാം എലന്തപ്പഴം കൊണ്ടാണ് നമ്മൾ ഈ ചുപ്പളാച്ചി അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. പറ്റുമെങ്കിൽ ഒരു കർച്ചീഫ് എടുത്ത് വെച്ചോളി. കൊതി കൊണ്ട് വായിലൂടെ വല്ലതും ഇറങ്ങി വന്ന തുടച്ചോളി. അടുപ്പത്തുള്ളത് വറ്റിക്കുറുകി വരുമ്പോൾ ഇനി ഒന്നും നോക്കേണ്ട, തീന്ന് ഇറക്കിക്കോളി. കാറ്റത്തേക്ക് വെച്ചോളി, തണുപ്പിച്ചോളി. എന്നിട്ട് കറക്കി പൊടിക്കുന്ന കുന്തത്തിലേക്ക് ഇട്ടോളി. പിടിക്കുന്ന ഒറ്റ പ്രാവശ്യം ഒന്ന് കറക്കിക്കോളി. എന്റെ പുന്നാര മക്കളെ, കുടുകുടാന്നടിച്ച് ജ്യൂസാക്കി കളയല്ലേ. ആഹാ, ഓ എന്താല്ലേ. നേരത്തെ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചോളി. ഒരു കപ്പ് പുളിവെള്ളം കൂടി ഒഴിച്ചോളി. അതിലേക്ക് 2 ശർക്കര ചുരണ്ടിയതും കൂടി ഇട്ടോളി. കൂടി 5-6 വറ്റൽമുളക് പൊടിച്ചതും ഇച്ചിരി മുളകിന്റെ പൊടിയും പിഞ്ച് കായ്പൊടിയും നമ്മളെ പുന്നാര ഉപ്പിന്റെ പൊടിയും ലേശം ചേർത്ത് ഇളക്കിക്കോളി. ആഹാഹാ, ഓഹോഹോ, എന്താ ഒരു മണം. തിളച്ച് വരുന്നത് കണ്ടോ, കുറുകി കുറുകി വരുന്നത് കണ്ടോ, വറ്റി വറ്റി നിറം മാറി വരുന്നത് കണ്ടോ. ഇതാണ് മക്കളെ നമ്മളെ ഹല്ലാക്കിന്റെ അവിലും കണ്ണിലെ എലന്തപ്പഴ അച്ചാറ്. കണ്ടോ കണ്ടോ, അവന്റെ ഒരു ഒടുക്കത്തെ മൊഞ്ച് കണ്ടോ. ഇനി വേഗം ആറാൻ വെച്ചോളി, കുപ്പിയിലാക്കിക്കോളി. ഓർമ്മകളെ അയ്യവിറക്കി എടുത്തെടുത്തു തിന്നോളി. ഇന്റെ മക്കളെ, നിങ്ങളാരും സ്കൂളിൽ നിന്ന് ഇമാരി സാധനമൊന്നും വാങ്ങി തിന്നിട്ടില്ലേ? നിങ്ങളെ സ്കൂൾ ജീവിതം തന്നെ പോയിട്ടോ. ഇന്നാരും സാരില്ല, അന്ന് തിന്നാൻ പറ്റാത്തവരെല്ലാം ഇപ്പോൾ ഉണ്ടാക്കി തിന്നോളി. നമ്മളെ ബാല്യം നമുക്ക് തിരിച്ചു പിടിക്കാം.